മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഹിയെ കൊല്ലാനായിട്ട് അങ്ങോട്ടേക്ക് എത്തുന്ന മേഘനാഥനെ പഞ്ഞിക്കിടുകയാണ് നമ്മുടെ മാർക്കോ. അങ്ങനെ അത് കണ്ടുകൊണ്ട് തന്നെ മഹി അങ്ങോട്ട് വരുന്നുണ്ട്. എന്താണ് ഇവിടെ സംഭവിച്ചതെന്നല്ല ചോദിക്കുമ്പോഴേക്കും മഹിയോടായിട്ട് നമ്മുടെ മാർക്കോ പറയുന്നുണ്ട്, ഇവനാണെങ്കിൽ ഞങ്ങളന്ന് മലയ്ക്ക് പോയപ്പോഴേക്കും ഞങ്ങളെ കൊല്ലാനായിട്ട് ഗുണ്ടകളെ വിട്ടതാണ്. അന്ന് മുതലാണ് ഞാൻ ഇവനെ നോക്കിക്കൊണ്ട് നടക്കുകയാണ്. പക്ഷേ ഇപ്പോഴാണ് ഇവനെ എനിക്ക് കയ്യിൽ കിട്ടിയത്. ഇവനെ ഇന്ന് രാവിലെ മുതൽ ഞാൻ ഫോളോ ചെയ്യുകയാണ്. അങ്ങനെയാണ് ഇവൻ കൺസ്ട്രക്ഷൻ കമ്പനിയിലുള്ള കാര്യം ഞാൻ അറിഞ്ഞ് ഇങ്ങോട്ട് വന്നതെന്നെല്ലാം മാർക്കോ പറയുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ സാർ പറയുന്നുണ്ട്, ഇവൻ എന്തെങ്കിലും ദുരുദ്ദേശത്തോടു കൂടിയായിരിക്കും ഇങ്ങോട്ട് വന്നത്, ഇവൻ്റെ കൈയും കാലും ഒടിച്ച് വിട്ടേരെന്ന് പറഞ്ഞുകൊണ്ട് അവരവിടെ നിന്ന് പോകുന്നു. പിന്നീട് സീമന്തിനെയാണെങ്കിൽ വാമദേവനോടായിട്ട് പറയുന്നുണ്ട്, സ്വാതിയാണെങ്കിൽ അവിടെ കണ്ണൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ടും ചെയ്യുന്നുണ്ടെന്നൊക്കെയാണ് ദുർഗ വിളിച്ചപ്പോൾ പറഞ്ഞതെന്ന് പറയുമ്പോഴേക്കും വാമൻ പറയുന്നുണ്ട്, അതിന് അവൾക്ക് ആദ്യമേ തന്നെ അതൊക്കെ ചെയ്താൽ പോരായിരുന്നോ, അങ്ങനെയാണെങ്കിൽ മഹാലക്ഷ്മി എന്നുള്ള ഒരാൾ അവിടെ വരില്ലായിരുന്നല്ലോ എന്നെല്ലാം പറയുകയാണ്. ഇനി എന്നും പറഞ്ഞിട്ട് കാര്യമില്ല, വരാനുള്ളതെല്ലാം വഴിയിൽ തങ്ങാതെ വന്നിട്ടുണ്ടെന്നെല്ലാം പറയുകയാണ്. ഇനിയെങ്കിലും മുന്നോട്ടുള്ള കാര്യങ്ങളെല്ലാം നല്ല രീതിക്ക് നടന്നാൽ മതി എന്നെല്ലാം പറയുന്ന സമയത്ത് മേഘൻ്റെ കാർ അങ്ങോട്ട് വരുന്നു. അങ്ങനെ മേഘനെ കാണാനായിട്ട് പെട്ടെന്ന് തന്നെ ഇവർ പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് മേഘൻ്റെ കൈയും കാലുമെല്ലാം മുടിഞ്ഞ് രണ്ടുപേര് താങ്ങി പിടിച്ചുകൊണ്ട് വരുന്നു. നിനക്ക് എന്താടാ സംഭവിച്ചത്, നീയാണോ തട്ടിളക്കി വെച്ചിട്ട് അവിടെ വീണതെന്നെല്ലാം ചോദിക്കുമ്പോഴേക്കും അച്ഛൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാൻ എന്നെക്കൊണ്ട് ഇപ്പോൾ ആവില്ല, എന്നെ എത്രയും പെട്ടെന്ന് അച്ഛൻ എഴുന്നേക്ക്, എനിക്ക് അവിടെ ഇരിക്കണമെന്നെല്ലാം അമ്മയോടായിട്ട് പറയുകയാണ്. അങ്ങനെ സീമന്തിനെയാണെങ്കിൽ വാമദേവനെ വീൽ ചെയറിൽ നിന്ന് പൊക്കിയിട്ട് മേഘനാഥനെ ആ വീൽ ചെയറിലോട്ട് ഇരുത്തുന്നുണ്ട്. അങ്ങനെ വാമദേവനാണെങ്കിൽ വീൽ ചെയറിൽ ഇല്ലാതെ തന്നെ നിൽക്കുകയാണ്. പിന്നീട് മേഘേട്ടൻ്റെ ഒരു വിളിയും വന്നില്ലല്ലോ എന്ന് ആശങ്കപ്പെട്ടിരിക്കുന്ന ഉണ്ണിയുടെ ക്യാബിനകത്തോട്ട് നമ്മുടെ മഹാലക്ഷ്മി എത്തുന്നുണ്ട്. അങ്ങനെ മഹാലക്ഷ്മിയെ കാണുന്നത് ഞെട്ടിത്തെറിച്ച് പോവുകയാണ് ഉണ്ണി. വീണ്ടും തനിയാവർത്തനം തന്നെയാണ് ചെയ്തിരിക്കുന്നതെന്നെല്ലാം മഹാലക്ഷ്മി ആണെങ്കിൽ ഉണ്ണിയോടായിട്ട് പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, നിങ്ങൾക്ക് നാണമില്ലേ എൻ്റെ ഏട്ടൻ്റെ കൺസ്ട്രക്ഷൻ കമ്പനിയിലോട്ട് എത്താൻ, നിങ്ങൾ സ്വത്തിന് വേണ്ടിയാണല്ലോ എൻ്റെ ഏട്ടൻ്റെ കൂടെ കൂടിയതെന്നെല്ലാം ചോദിക്കുമ്പോൾ അതേടാ, സ്വത്തിന് വേണ്ടി തന്നെയാണ് ഞാൻ കൂടിയിരിക്കുന്നത്, ഞങ്ങളുടെ ബന്ധം പിരിഞ്ഞാൽ പോലും ഞാൻ ആ സ്വത്ത് തിരികെ തരാൻ ഉദ്ദേശിക്കുന്നില്ല എന്നെല്ലാം പറയുന്ന കേൾക്കുമ്പോഴേക്കും ഉണ്ണിക്കാണെങ്കിൽ വളരെ ദേഷ്യമാകുന്നുണ്ട്. നിൻ്റെ ചേട്ടൻ അധികാരമുള്ളതുപോലെ തന്നെ എനിക്കും ഇവിടെ അധികാരമുണ്ടടാ, അതുകൊണ്ട് നീ മര്യാദയ്ക്കിരുന്നില്ലെങ്കിൽ നിൻ്റെ ജോലിയിൽ നിന്നും ഞാൻ നിന്നെ പുറത്താക്കും, എന്നിട്ട് നീ വീട്ടിൽ പോയി എൻ്റെ അനിയത്തിയുടെ കൂടെ ഇരിക്കേണ്ടി വരുമെന്നെല്ലാം പറയുകയാണ് മഹാലക്ഷ്മി. പിന്നീട് മഞ്ജുവിൻ്റെ ക്യാബിനിലോട്ട് പോകുന്ന മഹാലക്ഷ്മി ആണെങ്കിൽ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം മഞ്ജുവിനോടായിട്ട് പറയുന്നുണ്ട്. ആ മേഘനയാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ മാർക്കോ പെരുമാറിയിട്ടുണ്ടെന്നും ആ മേഘനെ അങ്ങോട്ട് കൊന്നു കളയാമായിരുന്നില്ലേ ഏട്ടത്തി എന്നെല്ലാം പറയുമ്പോൾ മഞ്ജുവിനോടായിട്ട് പറയുന്നുണ്ട്, നമുക്ക് ഒരു ജീവൻ കളയാനുള്ള അവകാശമില്ലല്ലോ, കുറച്ച് നാളത്തേക്ക് അവൻ്റെ യാതൊരുവിധ ശല്യവും ഉണ്ടാവില്ല എന്നൊക്കെ പറയാണ്. പിന്നീട് മഞ്ജു പറയുന്നുണ്ട്, ഉണ്ണിയേട്ടൻ്റെ ക്യാബിനകത്ത് ഞാനിരിക്കുന്നതുകൊണ്ട് ഇനി എന്നെയും കൊല്ലാനുള്ള ശ്രമങ്ങളെല്ലാം നടക്കുമായിരിക്കും, അവർക്കെല്ലാം അധികാരമോഹങ്ങൾ മാത്രമേ ഉള്ളൂ, സ്വന്തങ്ങളും ബന്ധങ്ങളും ഒന്നുമില്ല, അതുകൊണ്ട് ഏട്ടത്തി നന്നായിട്ട് തന്നെ സൂക്ഷിക്കണം, ലേഖയെടുത്തിയുടെ വീട്ടിൽ തന്നെ നിന്നാൽ മതി എന്നെല്ലാം മഞ്ജു ആണെങ്കിൽ മഹാലക്ഷ്മിയോടായിട്ട് പറയുകയാണ്. മഹാലക്ഷ്മി പറയുന്നുണ്ട്, മോള് പറയുന്നത് പോലെ തന്നെ അങ്ങനെ തന്നെയായിരിക്കും, ഞാൻ എൻ്റെ പ്രസവം കഴിയുന്നവരെ ലേഖയുടെ വീട്ടിൽ തന്നെയായിരിക്കും, അതുകൊണ്ട് മോൾ സമാധാനമായിട്ടിരിക്കുക, യാതൊരുവിധ കുഴപ്പവും സംഭവിക്കില്ല എന്നെല്ലാം പറയുകയാണ്. പിന്നീട് മേഘൻ്റെ അടുത്താണെങ്കിൽ വാമൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താണ് അവിടെ സംഭവിച്ചത്, നീ ഞാൻ ചെയ്തതുപോലെ എങ്ങാനും അബദ്ധത്തിൽ കയറി ചവിട്ടിയോ എന്നല്ല ചോദിക്കുമ്പോൾ അതിലൊന്നും ചവിട്ടേണ്ടി വന്നില്ല, അതിനു മുമ്പേ തന്നെ ആ മാർക്കോ എന്നെ പഞ്ഞിക്കിട്ടതാണ് അച്ഛാ, അവനുള്ളിടത്തോളം കാലം നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കില്ലായെന്ന് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായെന്നെല്ലാം മേഘം പറയുന്നുണ്ട്. പിന്നീട് കമലേശ്വരത്തോട്ട് പോകാനൊരുങ്ങുന്ന മുത്തശ്ശിയാണെങ്കിൽ കരുണയ്ക്ക് കൊടുക്കാനായിട്ട് തന്നെ പലഹാരങ്ങളെല്ലാം പൊരിക്കുന്നുണ്ട്. നമ്മുടെ മോഹിനിയാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, ഞാൻ പൊരിച്ചു തരാം അമ്മ എന്ന് പറഞ്ഞ് ചെല്ലുമ്പോഴേക്കും നീ ഉണ്ടാക്കുന്ന പലഹാരങ്ങളൊന്നും എൻ്റെ മോള് കഴിക്കില്ലല്ലോ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവൾക്കെല്ലാം ഉണ്ടാക്കി കൊണ്ടുപോകുന്നത്, നീ കുറേ നിൻ്റെ മോൾക്ക് കൊണ്ടേ കൊടുത്തതല്ലേ, അതുപോലെ ഞാൻ എൻ്റെ മോൾക്കും കൊണ്ടേ കൊടുക്കട്ടെ എന്നെല്ലാം പറയുകയാണ്. ഇത് കേട്ടുകൊണ്ട് അങ്ങോട്ട് വരുന്ന പ്രതാപനാണെങ്കിൽ പറയുന്നുണ്ട്, വല്ലവൻ്റെ കുഞ്ഞിനെയും വയറ്റിൽ കൊണ്ട് നടക്കുന്ന അവളെ കണ്ണൻ ഉപേക്ഷിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ, അവനാണെങ്കിൽ ഒരുപാട് പ്രാവശ്യം അവൾക്ക് വേണ്ടി തന്നെ ഞങ്ങളുടെയൊക്കെ അടുത്ത് വഴക്കുണ്ടാക്കിയിട്ടുള്ളതല്ലേ, ഇനി അവൻ അനുഭവിക്കട്ടെ കുറച്ച് നാൾ, എന്താണെങ്കിലും ഇപ്പോഴെങ്കിലും അവളെ തിരിച്ചറിഞ്ഞല്ലോ, അത് മാത്രം മതി എന്നെല്ലാം പറയുകയാണ് പ്രതാപൻ. ഇതെല്ലാം കൊണ്ടേ കൊടുത്ത് കണ്ണൻ്റെ രക്തം തിളപ്പിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെന്ന് മോഹിനി ചോദിക്കുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, നീയും നിൻ്റെ മോളും കൂടെ കുറേ തിളപ്പിച്ചതല്ലേ, ഇനി ഞങ്ങൾ കുറച്ച് നാൾ തിളപ്പിക്കട്ടെ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് പോകാൻ ഒരുങ്ങുകയാണ് അവർ. അങ്ങനെ പലഹാരപ്പൊതികളുമായിട്ട് കമലേശ്വരത്ത് എത്തുകയാണ് പ്രതാപനും മുത്തശ്ശിയും. അങ്ങനെ മുത്തശ്ശിയെ കാണുന്നതും ഓടി ചെല്ലുന്നുണ്ട് കരുണയോടായിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, എൻ്റെ മോളെ ഇത്ര സന്തോഷമായിട്ട് ഞാൻ എത്ര നാളുകളായി കണ്ടിട്ട്, ഇനി എൻ്റെ മോൾക്ക് സന്തോഷം തന്നെ ഉണ്ടാവുള്ളൂ, വേറെ ഒന്നും ഉണ്ടാകില്ല, സമാധാന സന്തോഷമായിട്ട് തന്നെ എൻ്റെ മോൾക്ക് ഇവിടെ ജീവിക്കാമെന്നെല്ലാം പറയുകയാണ്.
പിന്നീട് സ്വാതിയെ കാണുന്ന മുത്തശ്ശി പറയുന്നുണ്ട്, മോൾക്കിവിടെ മഹാറാണിയെ പോലെ തന്നെ കഴിയാം. കണ്ണൻ്റെ ഭാര്യയായിട്ട് മോൾക്ക് ഇവിടെ സന്തോഷത്തോടു കൂടി തന്നെ എൻ്റെ മോളുടെ ഒപ്പം ജീവിക്കാം എന്നെല്ലാം പറയുന്നത് കേട്ട് വളരെയേറെ സന്തോഷിക്കുകയാണ് നമ്മുടെ കരുണയും സ്വാതിയും. പിന്നീട് മുത്തശ്ശി പറയുന്നുണ്ട്, മോൾക്കാണെങ്കിൽ ഉണ്ണിമോൻ്റെ കൂട്ടത്തിൽ ഓഫീസിലൊക്കെ ഒന്ന് പോകാൻ പാടില്ലായിരുന്നു, എല്ലാം കണ്ടുപിടിച്ചിട്ട് മോൾ അവിടെ അധികാരം സ്ഥാപിക്കേണ്ടതാണ്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അതിനെല്ലാം തയ്യാറെടുപ്പുകളെല്ലാം നടത്തണമെന്ന് മുത്തശ്ശി പറയുന്നത് കേട്ട് അത് തന്നെയാണ് മുത്തശ്ശി ഞാനിനി ചെയ്യാൻ പോകുന്നത്, അതിനുള്ള തയ്യാറെടുപ്പുകളാണ് ഞാൻ നടത്തുന്നതെന്നെല്ലാം പറഞ്ഞുകൊണ്ട് തന്നെ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.